നമ്മൾ ഇന്നൊരു ചെറിയ ഔട്ടിങ്ങിന് പോവാണ് കേട്ടോ. ചിക്കി എന്തിനാ വന്നത്? ഒരു വണ്ടർ വാട്ടർഫോൾസ് കാണാൻ വന്നതാ ആണോ? ഇപ്പോൾ എറണാകുളത്ത് നടക്കുന്ന എക്സ്പോ കാണാനാട്ടോ ഞങ്ങളിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇവിടെ കാര്യമായിട്ട് കുട്ടൂസിനെ വെള്ളത്തിൽ കളിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത്. അട്രാക്ഷൻ എന്ന് പറയുന്നത് വാട്ടർഫോൾസ് ആണ്. ഇവിടെ നയാഗ്ര വാട്ടർഫോൾസ് ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ കയറുന്ന സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഒരു ഗാർഡനാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഇങ്ങനെ ക്രീച്ചേഴ്സൊക്കെ ഉള്ളൊരു ഗാർഡൻ. മോനെ ഇപ്പോൾ ഒരു ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, കുറച്ചുകൂടെ ബോധം വെച്ചല്ലോ, ഓരോ കാര്യങ്ങൾ കാണുമ്പം ചില കാര്യങ്ങളോട് പേടി കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സ്കോർപ്പിയോ, അതവന് ഭയങ്കര പേടിയുണ്ടായിരുന്നു കേട്ടോ. അപ്പം പേടിച്ചിട്ട് എൻ്റെ മേലേക്ക് പറ്റി പിടിച്ച് കയറിയായിരുന്നു, കണ്ടില്ലേ? അവിടുന്ന് ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനൊരു ഫ്ലോറൽ ഡെക്കറേഷൻ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതാ നിങ്ങൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ നയാഗ്ര വാട്ടർഫോൾസ്. എനിക്കതിൻ്റെ അടുത്തേക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, എല്ലാവരും നിൽക്കുന്നത് കണ്ടിട്ട്. ജസ്റ്റ് സ്റ്റെപ്പ് കയറിയപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് വെള്ളം പാറയിൽ അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി മോന് വയ്യാതായാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ചുറ്റുവട്ടത്ത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു മാത്രം. ഇതാ കുട്ടൂസിൻ്റെ അടുത്ത പേടിയുള്ള സാധനം ഇതാണ്. അവിടെ നമുക്ക് ഇറങ്ങി കളിക്കാൻ പറ്റുന്നൊരു വാട്ടർഫോളാണ് കേട്ടോ ഇത്. അപ്പം എല്ലാവരും അവിടെ ഇറങ്ങി കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും വിചാരിച്ചു കുട്ടൂസ് ഹാപ്പി ആവുമല്ലോ എന്ന്. കാരണം നമ്മളിവിടെ ബാത്റൂമിലൊക്കെ പൈപ്പ് തുറന്ന് ആദ്യം ആ ഒരു സൗണ്ട് കേട്ടാൽ ഓടി ബാത്റൂം കയറി വെള്ളത്തിൽ കളിക്കുന്ന ആശാന് ഈ വെള്ളം കണ്ടപ്പോൾ പേടി. എങ്ങനെ ശ്രമിച്ചിട്ടും വെള്ളത്തിൽ ഇറങ്ങുന്നില്ല, തൊടുമ്പോൾ തന്നെ കരച്ചിൽ. പിന്നെ ഞങ്ങൾ അവിടുന്ന് മാറി, കുറച്ച് പാട്ടൊക്കെ കേട്ട് കുറച്ച് ഡാൻസൊക്കെ കളിച്ചപ്പോൾ ആളൊക്കെയാണ്. ഒരു ലാസ്റ്റ് ശ്രമം എന്നുള്ള രീതിയിൽ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി ഇരുന്നു, ആ ഒരു ചുറ്റുപാടൊക്കെ ഒന്ന് ഫെമിലിയറാക്കി. ഞാൻ വെറുതെ അതിൽ നിന്നു, ഇടയ്ക്കൊന്ന് കാലൊക്കെ ടച്ച് ചെയ്യിക്കുക മാത്രം ചെയ്തു. അങ്ങനെ ഞങ്ങൾ കളിച്ചപ്പോൾ ലാസ്റ്റ് ഇതാ കുട്ടൂസ് ഇറങ്ങി നിന്ന്. പിന്നെ എന്താ, ഒരു ഐസ്ക്രീം കഴിച്ചു. ഇങ്ങനെ വന്നാൽ അത് മസ്റ്റാണ്. അങ്ങനെ ഓരോ സ്റ്റോളുകളായിട്ട് പാസ് ചെയ്ത് വരുമ്പോഴാണ് ഇങ്ങനൊരു ഫാമിലി ഗെയിം കണ്ടുപെട്ടത്. അപ്പം വിചാരിച്ചു ഒന്ന് കളിച്ചേക്കാന്ന്. ഇതൊന്നുമില്ല, നമ്മൾ ഒരു 6 ബോൾ തരും, അതിങ്ങനെ ഇടുക. അവിടുത്തെ നമ്പേഴ്സ് നമ്മൾ സം ചെയ്യുന്ന സമയത്ത് 18 പോയിൻറ്റിൻ്റെ മേലെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടും, അല്ലെങ്കിൽ നമ്മളെ പൈസ പോയി. അത് അവിടെ വെച്ചിരിക്കുന്ന സാധനങ്ങളിൽ ഏതെങ്കിലും ആയിരിക്കും കേട്ടോ നമുക്ക് കിട്ടിയ പോയിൻറ്റിനനുസരിച്ചുള്ള പ്രൈസായിട്ട് കിട്ടുക. അങ്ങനെ വലിയ ഭാഗ്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഒരു എൻ്റർടൈൻമെൻറ്റ് ഇങ്ങനെ കളിക്കുക, ഒരു രസമല്ലേ. പക്ഷേ എന്നെ പോലും ഞെട്ടിച്ചുകൊണ്ട് എനിക്ക് പ്രൈസ് കിട്ടി ഗൈസ്. കണ്ടോ, ഒരു ജഗ് കിട്ടി. ചെറുതാണെങ്കിലും അത് കിട്ടുമ്പോൾ ഒരു സന്തോഷമാണ്. കുട്ടികൾക്കും വലിയ ആൾക്കാർക്കുമായിട്ട് കുറേ റൈഡ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളൊന്നിനും കയറിയിട്ടൊന്നുമില്ല, വെറുതെ ഒന്ന് ചുറ്റി നടന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി.